അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, ഒരുപാട് വീട്ടിലൊക്കെ ഗർഭിണികളായ സ്ത്രീകളുണ്ടാകും. ഗർഭിണിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടത്? ഹലാലാണോ അല്ല ശുഭത്തുള്ളതാണോ അല്ല ഹറാമ് ഹലാലല്ലാത്തതാണോ? ഇതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാം എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം നല്ല കുട്ടികളായി കിട്ടണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. അതിൽ ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് തടിച്ചാൽ ആ കുട്ടി എപ്പോഴും നരകത്തേക്ക് പോകാനാണ് അവൻ ഒരുങ്ങുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം. ഇരിക്കട്ടെ, ഞാൻ അതിലൊരു ചരിത്രം പറയുകയാണ്. മഹാനായ അബി യസീദ് ബിൻ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മൂപ്പർ ഒരുപാട് കാലം അല്ലാഹു തആലക്ക് വേണ്ടി കസീർ അധികരിച്ച് ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ഒരു വലിയൊരു ആബിദായിരുന്നു മഹാനായ നബി യസീദ് ബിൻ ബിസ്താമി റളിയല്ലാഹു അൻഹു. പക്ഷേ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫലം യജിദിൽ ഇബാദത്തി ചാമൻ വലാ ലദ്ദത്തൻ, നിസ്കാരം ധാരാളം എപ്പോഴും നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു രുചിയോ ഒരു ടേസ്റ്റോ ഒന്നും അതിന് കിട്ടുന്നതായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ റാഹത്ത്, നിസ്കാരത്തോടുള്ള ഖുശൂവും ഭയഭക്തിയും മറ്റുള്ളതായ ആ രുചിയും ഒന്നും മൂപ്പർക്ക് വരുന്നതായി കാണുന്നില്ല. നിസ്കാരം എപ്പോഴും നിസ്കരിക്കുന്നു, വർഷങ്ങളോടായി നിസ്കരിക്കുന്നു, എല്ലാ വർഷവും നിസ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനെ കാലാകാലം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് ഈ ഖുശൂ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഒരു ലദ്ദത്ത്, ഒരു രുചി, ആ നിസ്കാരത്തോടുള്ള രുചിയും ആ ഭക്ഷണത്തിൻ്റെ ആ ടേസ്റ്റും കിട്ടാതിരിക്കുമ്പോൾ മൂപ്പർ ഉമ്മാനടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു. ഫദഖല ഉമ്മി, ഉമ്മാനടുക്കൽ പോയിട്ട് ചോദിച്ചു. എന്താണ്? ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, എനിക്കിങ്ങനെ നിസ്കരിക്കുന്നുണ്ട് കുറേ വർഷമായി, പക്ഷെ എനിക്ക് എന്തില്ല, നിസ്കാരത്തിലൊരു ടേസ്റ്റും രുചിയൊന്നും കിട്ടുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞു. വക്കാലഹ, എന്നിട്ട് ഉമ്മാനോട് മഹാനായ യസീദ് റളിയല്ലാഹു അൻഹു ഉമ്മാനടുക്കൽ പോയി കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് നിസ്കാരത്തിൽ ഇതൊന്നും കിട്ടുന്നില്ല ഉമ്മ, അതുകൊണ്ട് നിങ്ങൾ ഗർഭം ചുമന്ന സമയത്തോ അല്ലെങ്കിൽ മല കുടിക്കുന്ന സമയത്തോ നിങ്ങൾ ഹലാലല്ലാത്ത വല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഉമ്മ എന്ന് മോൻ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ, നിങ്ങൾ ഗർഭം ചുമന്നിട്ടുണ്ടല്ലോ, ആ ചുമക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മല കുടിക്കുന്ന സമയത്തോ നിങ്ങൾ ഹലാലല്ലാത്ത വല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഉമ്മ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചപ്പോൾ ഉമ്മ എന്താക്കി? ഉമ്മ ഒന്നും മുണ്ടിയില്ല, കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ഫനദറത്ത് തവീരം, കുറച്ചിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നു. എന്നിട്ട് പിന്നെ ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ ഗർഭം ചുമന്ന സമയത്ത് ഞാൻ ഒരു പാല് കെട്ടി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എൻ്റെ മിൽക്കിൽ പെടാത്ത ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞു. ആരോടാണ്? യസീദ് ബിൻ ബിസ്താമി റളിയല്ലാഹു അൻഹുവോട് ഉമ്മ പറയാണ്, മോനെ, ശരിയാണ്, ഞാൻ മല കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാറ്റിലിൻ്റെ പള്ളിയിലുണ്ടാകുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ ഉടമസ്ഥൻ വേറെ ആളാണ്, ഞാനത് കഴിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴാണ് യസീദ് ബിൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമ്മ, അതാണ് എനിക്ക് നിസ്കാരത്തിൽ ടേസ്റ്റും രുചിയും ഒന്നും ആ ഭക്തിയൊന്നും കിട്ടാത്തത് എന്ന് മഹാനവർ പറഞ്ഞു. അങ്ങനെ ഉമ്മ എന്ത് ചെയ്തു? ആ മോൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ സാഹിബ്, അതിൻ്റെ മിലുക്കുള്ള ആളാരാണ്? പോയി സമ്മതം ചോദിക്കണം ഉമ്മ, ഞാനിങ്ങനെ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എന്നൊക്കെ പോയി ചോദിക്കണം ഉമ്മ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമ്മ പോയി ഈ ഭക്ഷണം കഴിച്ച ഉടമസ്ഥൻ്റെ ആളുകളിലേക്ക് പോയി ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്നാലിന്ന സമയത്ത് ഞാനൊരു ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട്, നിങ്ങളെ മിലുക്കിലുള്ളതാണ് ഞാൻ കഴിച്ചത്, അതെനിക്ക് പൊരുത്തപ്പെട്ട് തരണം അതെനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് ആര് പറഞ്ഞു? ഉമ്മ ആ ഭക്ഷണം കഴിച്ച ആളോട് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു ഉമ്മ എന്ന് പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് ഉമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ മകനോട് പറഞ്ഞു, അത് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ആ അബി യസീദ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ ഖുശൂവും അതുപോലത്തെ രുചിയും വരാൻ കാരണം. അതിനു മുമ്പ് ഒന്നും വന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീകൾ മനസ്സിലാക്കാനാണ് ഈ ചരിത്രം പറയുന്നത്. നാം ഗർഭിണിയായിരിക്കുമ്പോൾ ഹലാലല്ലാത്ത ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്തായാലും ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടിക്ക് പോകുന്ന ഭക്ഷണമാണ്, അത് നല്ല ഭക്ഷണമായിരിക്കണം. എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും
ആ കുട്ടിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നതല്ലേ. അപ്പോൾ അവിടെ കുട്ടിക്ക് കിട്ടണമെങ്കിൽ നാം ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല ഭക്ഷണം തന്നെ കഴിച്ചിരിക്കണം. മോശമായ ഹലാലല്ലാത്ത ഹറാമായി കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നീട് നല്ലയിലേക്ക് പോകുന്ന കുട്ടിയാകൂല. ആ കുട്ടി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇവിടെ കലാപം സൃഷ്ടിക്കുന്ന കുട്ടിയായി മാറും. എന്ന് മാത്രമല്ല, അങ്ങനെ കഴിച്ച കുട്ടികൾ കൂടുതലും ഹറാമായി കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഗർഭിണിയാകുമ്പോൾ കഴിച്ചാൽ ആ കുട്ടി നരകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടി പോകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗർഭിണികളോ അല്ലെ മുല ഊറ്റുന്ന സ്ത്രീകളോ ആണെങ്കിൽ നിങ്ങൾ ഹലാലായത് മാത്രം കുട്ടിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ആ കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ മഹാനായ യസീദ് ബിൻ മിസ്താഹ് അല്ലാഹു പറഞ്ഞല്ലോ, ഞാൻ ഉമ്മ ഗർഭിണിയാകുമ്പോൾ ഹലാലല്ലാത്ത ഏതോ ഒരു പൊരുത്തപ്പെടാത്ത ഒരാളെ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് നിസ്കാരത്തിൽ രുചിയൊന്നും കിട്ടാത്തത് എന്ന് മഹാനവൾ കുറേ വർഷം നിസ്കരിച്ചിട്ടും കിട്ടാതെ നിൽക്കുമ്പോഴാണ് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എന്തെങ്കിലും നിങ്ങൾ ഗർഭിണിയാകുന്ന സമയത്തോ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങൾ, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് യസീദ് ബിൻ മിസ്താഹ് അല്ലാഹുവിൻ്റെ ചരിത്രം അങ്ങനെ വളരെ വ്യക്തമായി പറയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ കാരണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കഴിക്കുമ്പോൾ ഹലാലായ ഭക്ഷണം തന്നെ കഴിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത്. ഹറാമല്ലാത്ത ഗർഭിണികൾ കഴിച്ചു കഴിഞ്ഞാൽ അവർ തടിച്ച് നല്ല ഉഷാറായി വന്നാൽ ആ കുട്ടികൾ എപ്പോഴും നരകത്തേക്ക് പോകാനുള്ള ആ വഴികളാണ് സ്വീകരിക്കുക. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാ സ്ത്രീകളും, ഗർഭിണികളായ സ്ത്രീകൾ മനസ്സിലാക്കൽ നല്ലതാണ്. എല്ലാവരും മനസ്സിലാക്കണം. കാരണം നല്ല നല്ല ദീനുകൾ പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ നല്ലതാണ്. നല്ലതിനു വേണ്ടി ആര് ചെലവിച്ചാലും അത് നല്ലത് തന്നെയാണ്. എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ലതുമായി ബന്ധപ്പെടുക. അല്ലാഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ ഗർഭിണികളായ സ്ത്രീകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വിഷയം പറയാൻ കാരണം. ഇത് പറയാൻ കാരണം ഇന്നലെ ഞാൻ എന്നോടൊരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെയൊക്കെ ഉണ്ട് സംഗതിയും. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് ഇന്ന് ഞാനിത് പറയാൻ കാരണം. അല്ലാഹു തആല നല്ലത് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.